ഓക്കെ. കോൺസെപ്റ്റ് പ്രോബ്ലം എഴുതിക്കോ. കോൺസെപ്റ്റ് പ്രോബ്ലം. കോൺസെപ്റ്റ് പ്രോബ്ലം ഇല്ല, അതിലില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ തരുന്നു. എഴുതിക്കോ. നമ്മളെന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ്? എന്ത് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാനാണ് പോണ്? വെറൈറ്റി സാധനങ്ങൾ വരട്ടെ. കൊടിയും വടിയൊക്കെ കഴിഞ്ഞു. ഇനി പറയാം അടുത്ത്. ടോയ് കാറ് നമ്മൾ കുറേ തവണ ഉണ്ടാക്കി, ഇനി ഉണ്ടാക്കാൻ വയ്യ. അടുത്ത് തിന്നണ എന്തേലും ആവാം. തിന്നണ കേക്ക് കുഴപ്പമില്ല, അതിനുള്ള റേറ്റ് തന്നെ ഉള്ളൂ. തിന്നണ കേക്കാക്കാം. കേക്ക് എന്ന് പറഞ്ഞാൽ പോരെ, തിന്നണ കേക്ക് എന്ന് പ്രത്യേകിച്ച് പറയണ. ലഡു ലഡു. ഓക്കെ, വി ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് ഏതാണ്? ലഡു. പ്രൊഡ്യൂസ് പറയുമ്പോൾ ആക്ച്വലി ലഡു. അപ്പോൾ അടിപൊളി ഔട്ടാ, ലഡു സൂപ്പറാവും. ഓക്കെ, എത്ര ലഡു ബഡ്ജറ്റ്? അപ്പോൾ എഴുതിക്കോ. ബഡ്ജറ്റഡ് ലഡു അല്ല, ബഡ്ജറ്റഡ് ഔട്ട്പുട്ട്. ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം ബ്രാക്കറ്റിൽ. എന്താണ് ലഡു? ലഡുവിൻ്റെ സ്പെല്ലിങ് എങ്ങനെയാണല്ല, എങ്ങനെയാണോ? ലഡു. മാഷല്ലാ, ശ്രീകാന്ത് സാറ് പവറാ, മലയാള ഭാഷ. ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് 10,000 യൂണിറ്റ്. അപ്പോൾ എത്ര ലഡു ഉണ്ടാക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്? 75. ഓക്കെ അല്ലേ? അല്ല 10,000. സോറി 10,000. അടുത്ത ബഡ്ജറ്റഡ്, എക്സ്ക്യൂസ് മീ പ്ലീസ്, ബഡ്ജറ്റഡ് സെല്ലിംഗ് പ്രൈസ് ₹15 പെർ യൂണിറ്റ്. 15 ഉറുപ്പ്യയുടെ ലഡു ആണ്. സ്പെഷ്യൽ ലഡു കേട്ടോ, നമ്മളെല്ലാം സ്പെഷ്യലാണ്, നോർമലല്ല. ഓക്കെ. ദെൻ നമ്മൾ പ്രതീക്ഷ മാതിരി ആവോ ജീവിതം? അല്ലല്ലോ. ജീവിതം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എന്താവും? വിരുദ്ധമാവും. അടിയിലെഴുതാം ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് 8,000 യൂണിറ്റ്. 8,000 യൂണിറ്റ്. ആക്ച്വൽ പ്രൈസും വേറെ ആവൂലേ? അടുത്ത് ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എന്ന് എഴുതിക്കും. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് റുപ്പീസ് ഒരു 14, 15 പെർ യൂണിറ്റ്. അടിയിൽ ഇനി ഏതാ ഒരു സാധനം വേണ്ടേ നമുക്ക്? ഇനി എന്താ വേണ്ടി നമുക്ക്? ഈ തന്ന ഇൻഫർമേഷനിൽ വേണ്ടേ ഒന്ന് പറഞ്ഞ്. ഇനി എന്ത് വേണം? എല്ലാം ആയാ? സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഗ്രേറ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എഴുതാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. അത് ഒരു യൂണിറ്റ് ലഡു ഉണ്ടാക്കാൻ എത്ര രൂപ കോസ്റ്റ് വരും? ഓക്കെ, ക്ലിയർ അല്ലേ? ₹10 കേട്ടോ, 10 രൂപ അല്ലേ? കുഴപ്പമില്ലല്ലോ. അതിന് നമുക്ക് സെഗ്രിഗേഷൻ ഇങ്ങനെ കിട്ടിയാൽ മതിയോ? ക്വസ്റ്റ്യനിൽ 2 മെത്തേഡിലും ചെയ്യാൻ എന്ത് കിട്ടണം? വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും വേറെ കിട്ടണ്ടേ? അപ്പോൾ ഈ 10 നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ ആക്കണം. താഴത്ത് 10 ഇട്ടില്ലേ? 10ൻ്റെ ഡൗൺ ആരോ ഇട്ടിട്ട് എഴുതിയ ഡയറക്റ്റ് മെറ്റീരിയൽ 4 രൂപ. ലേബർ ഡയറക്റ്റാന്ന് വിചാരിച്ചാൽ മതി. ലേബർ 3 രൂപ. വേരിയബിൾ ഓവർ ഹെഡ് 1 രൂപ. ഇനി അടുത്ത ഫിക്സ്ഡ് ഓവർ ഹെഡ് എത്ര ആവും? 4, 3, 7, 8 ആയില്ലേ? 2 രൂപ. അങ്ങനെയാണ് ടോട്ടൽ എത്ര വന്നുള്ളത്? 10 രൂപ. ടോട്ടൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അങ്ങനെയാണ് 10 രൂപ വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? ഞാൻ കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, 2 കാര്യങ്ങൾക്കാണ് നമ്മൾ ഇതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ CA CMA ആയിക്കോട്ടെ, 2 കാര്യങ്ങൾക്ക്. ഒന്ന് എന്താ? നിങ്ങളൊന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ. പല കാര്യങ്ങളുണ്ടാവും കേട്ടോ. ഞാൻ കാണുന്ന 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഒന്ന് ഫാമിലി സെറ്റ്, പാസ്സാവാൻ ആയിക്കോട്ടെ. പാസ്സായതിന് ശേഷമുള്ള 2 ലക്ഷ്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ശരിയാണ്, പാസ്സാവുക എന്നുള്ളതൊക്കെ. ഒന്ന് ഫാമിലി ഇതാക്കുക, കല്യാണം കഴിക്കാമെന്ന് ഉദ്ദേശിച്ചപ്പെട്ടെന്ന്. ഫാമിലിനെ സെറ്റ് ചെയ്യുക, അപ്പാനെ സഹായിക്കണം. എൻ്റെ ഇപ്പം എന്ത് ചെയ്യുന്നത്? എന്താ പരിപാടി? ജോലി ചെയ്യണല്ലേ? അവരൊക്കെ കല്യാണം കഴിഞ്ഞാൽ അപ്പം ഇപ്പം എത്ര സ്ട്രഗിൾ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ അല്ല? അപ്പം ഇനി 1 രൂപ പോലും എന്ത് ചെയ്യരുത്,
നിൻ്റെ കല്യാണത്തിനൊരു ബാധ്യത ആർക്ക് വരരുത്? ഉപ്പാക്ക് വരരുത്. എന്താ എനിക്ക് പറയാനുള്ളത്? അങ്ങനല്ലേ? ഇത്ര അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള കുട്ടിയാണ് ഇവള്. ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു കഴിവില്ലാത്തൊരു കുട്ടിയുടെ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? +2 പോയിട്ട് ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളടുത്ത് പറയാലോ അത്യാവശ്യം കഴിപ്പം. ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലേ? അപ്പം ഞാൻ പറയണത് നിനക്ക് അത്യാവശ്യം കഴിവുണ്ട്. നീ ചെയ്യേണ്ടത് ഹാർഡ് വർക്കാണ്. മറ്റേ കുട്ടിയുടെ കഥ പറഞ്ഞ കാര്യം എന്ത് ചെയ്യരുത്? എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? പണി നടക്കില്ല. അതിൽ അത്ര വോളിയുണ്ട് സാധനം. ഓക്കെ അല്ലേ? മറ്റുള്ള റിലേഷൻഷിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കല്ലേ? അപ്പോൾ ഫുൾ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കുക, നല്ല പൈസ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ മെയിൻ സാധനം പൈസ, ക്യാഷ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇതാണ് ഒരെണ്ണം. അങ്ങനെ പറഞ്ഞാൽ പോരെ. രണ്ടാമതൊരു സാധനം കൂടെ ഉണ്ട്. എന്താണ്? റെക്കഗ്നിഷൻ. ഗംഭീര സാധനം. നിങ്ങൾ സാധാ ഒരു കോഴ്സ് BCom MBA ഇത് എടുത്ത പോലെ ഒന്നും ആവില്ല അറിയാം. ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടർക്കൊക്കെ കിട്ടുന്ന ഒരു പരിഗണന ഉണ്ടില്ലേ? ആ രീതിയിലുള്ള പരിഗണന CMA CA കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചോദിച്ചാൽ അതറിയുന്ന ആളുകളുടെ അടുത്ത് ഒരു ഡോക്ടർക്ക് കിട്ടുന്നതിനേക്കാൾ എന്ത് കിട്ടും? പരിഗണന കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പോൾ കടയിൽ പോയിട്ട് ഞാൻ CMA-കാരനാന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ ഒരാൾ ചോദിച്ചു എന്താ ചെയ്യുന്നു മോനെ? CMA-കാരനാന്ന് പറഞ്ഞാൽ പറയും എന്നാൽ ശരി. ചിലപ്പോൾ പണ്ട് ICW എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത് മറ്റേ കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ICW അങ്ങനെയൊക്കെ പേരുണ്ടായിരുന്നു. അങ്ങനെ പണ്ട് പേരൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ കൂട്ടുകാരൻ അൻവറിൻ്റെ അയൽവാസി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു എന്താ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇൻ്റർ പഠിക്കുന്ന സമയം അന്ന് ഞങ്ങളുടെ പേര് ICW എന്നായിരുന്നു അന്ന് പേര്, ICW. അപ്പോൾ അവൻ പറഞ്ഞു ICWക്ക് പഠിക്കാൻ. അപ്പോൾ ഇവൻ പറയണേ ഏതൊരാൾ ICW പഠിച്ചാലും എന്ത് ചെയ്യും? ICW പേര് പറഞ്ഞാൽ ഇത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിൽക്കണം. അപ്പോൾ CA ആണ് എന്നൊക്കെ പറഞ്ഞു. അന്ന് CMA എന്നുള്ളൊരു ടേം ഇന്ന് കുറച്ചുകൂടെ പോപ്പുലർ ആണല്ലോ അഡ്വർടൈസ്മെൻറ്റിലൂടെയൊക്കെ CMA. പക്ഷെ അന്ന് CMA എന്നല്ല പറഞ്ഞിരുന്നത്. എന്താണ്? കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. പക്ഷേ ഇത് ക്വാളിഫൈ ചെയ്ത ആളെന്താ വിളിക്കുക? CMA. അൻവർ ക്വാളിഫൈ ചെയ്ത എന്താ? CMA അൻവർ എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. പക്ഷേ പേരെന്തല്ല? CMA എന്ന് ഔദ്യോഗികമായിട്ട് കോഴ്സിനെ പറഞ്ഞിരുന്നില്ല. CWA എന്നൊക്കെയാണ് ഷോർട്ടാക്കി കോഴ്സിനെ പറഞ്ഞിരുന്നത്, CWA. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഗൾഫുകാരനെ കേട്ടപ്പോൾ CWA അത് ഭയങ്കര സ്കോപ്പുള്ള സാധനമാണ്. അപ്പോൾ അൻവർ എന്ത് ചെയ്ത് ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരാൾ സ്കോപ്പ് പറയുന്നത് പറഞ്ഞിട്ട് ഇരുന്ന് എന്നിട്ട് കുറേ പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞു ഈ വെൽഡിങ് ഒക്കെ ചെയ്യണ കോഴ്സല്ലേ, അതിന് നല്ല സ്കോപ്പാണ് അവിടെ. കുറേ ചെക്കന്മാർ ഈ വെൽഡിങ്ങിൻ്റെ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഒരു ഇതങ്ങനെ ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ച് ഫായിസിൻ്റെ അമ്മ എന്ത് ചെയ്യും? ഡോക്ടറേറ്റ് പോയി, ഹോമിയോ ഡോക്ടർ. അപ്പോൾ ഹോമിയോ ഡോക്ടർ പറഞ്ഞെന്ത് മോൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് മൂത്താൾ എല്ലാം അറിയാം, കാലങ്ങളായിട്ട് പോകുന്ന. അപ്പോൾ ഒരിടയിൽ ഇപ്പം എന്താ ചെയ്യുന്നത്? ലാസ്റ്റ് ഓനെ ഇപ്പോൾ CAക്ക് പഠിക്കാറ്. ഉമ്മക്കറിയാം CA അല്ല, ICW പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, അത് മനസ്സിലാവില്ല. അതുകൊണ്ട് CA പറഞ്ഞോളാം ഓൻ പറഞ്ഞു. അപ്പോൾ ഒക്കെ പറഞ്ഞു ഡോക്ടറെ ഞാൻ നല്ല കോഴ്സാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ അതിനേക്കാൾ ഭയങ്കര സ്കോപ്പുള്ളൊരു കോഴ്സ് ഉണ്ട്. അത് ഏതാ? ICW എന്നാണിത്. ഉമ്മാക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാ ശരി ഏട്ടക്കാർ ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതാണ് അന്ന് ഭയങ്കര എന്തായിരുന്നു. ഞാനിതൊക്കെ കേട്ട സമയമൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. അത്രമേൽ എന്തായിരുന്നു. അപ്പോഴും അങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്തിരുന്നു പറഞ്ഞിരുന്നറിയാം. ഞാൻ ആദ്യം ഈ കോഴ്സ് കേൾക്കുന്നത് അന്ന് ഞാൻ CA ഫൗണ്ടേഷൻ്റെ ക്ലാസ്സിന് പോയിട്ടിരിക്കുക. ഫൗണ്ടേഷൻ +2 കഴിഞ്ഞ സമയം, ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അല്ല, അതിൻ്റെ ഇടയിൽ ഇത് പോകുന്നുണ്ടായിരുന്നു ശനി ഞായറൊക്കെ. അപ്പോൾ ആ സമയത്താണ് എൻ്റെ കുടുംബത്തിലൊരു എൻ്റെ അമ്മയുടെ മുള കെട്ടിച്ച വീട്ടിലേക്ക് പോയപ്പോൾ അവിടുത്തെ പെൺകുട്ടി ഡിഗ്രി എന്തോ പഠിക്കും, നമ്മുടെ പ്രായം തന്നെ അവൾ ഡിഗ്രി എന്തോ പഠിക്കുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മാതൃഭൂമിയോ അല്ലെങ്കിൽ മനോരമയുടെ ഏറ്റവും ഇയർ ബുക്ക് ഉണ്ടാവും. ഇയർ ബുക്കല്ല, ഈ ജോബിൻ്റെ സാധ്യതകൾ പറയുന്ന എന്ത് ഉണ്ടാവാറുണ്ട്, ബുക്കുകൾ അവർ ഇറക്കാറുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കാണിച്ചിരുന്ന ഒരു ആർട്ടിക്കിൾ അന്ന് ഞാൻ അങ്ങനെ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഓക്കെ അല്ലേ? ICWനെ കുറിച്ചിട്ട് കോസ്റ്റിങ്ങിലാണ് സ്പെഷ്യലൈസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രമേൽ എന്താണ് നല്ലൊരു കോഴ്സിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഈവൻ CAയേക്കാളും അങ്ങനെ പറയാൻ കാരണം CA ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഇപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പേഴ്സൺ ഇറങ്ങുന്നത് CAക്കാരേക്കാൾ കുറവാണ്. ആര്? CMAക്കാർ. പണ്ടേ അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. ഓക്കെ അല്ലേ? ടഫ്നെസ്സും എന്ത് സ്വാഭാവികമായിട്ടും പേഴ്സൻറ്റേജും എന്താണ് കുറവാണ് ഇത് CMAയുടെ ഫൈനലിലൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ
ആർട്ടിക്കിൾഷിപ്പും അതും ഇതൊക്കെ ചെയ്തിട്ട് CA എടുക്കുന്നതിനേക്കാൾ മോശം എന്നല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് സെറ്റിലാവാൻ പറ്റിയ സാധനം ഇതന്നെയാണ്. അപ്പോൾ ഇതിൽ കുറേ ലിമിറ്റേഷൻ ഉണ്ട്. സാധാരണ നമ്മുടെ ഡിഗ്രി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ട്രെയിനിങ് ഒക്കെ ഉണ്ട് 15 മാസമൊക്കെ. പക്ഷേ അതൊക്കെ പലരും എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ടൊന്നും ചെയ്യില്ല. അതിൻ്റെ ഒരു നെഗറ്റീവ് ആർക്കുണ്ടാവും? ക്വാളിഫൈ ചെയ്താലും ഉണ്ടാവും. പക്ഷെ അതിപ്പോൾ ആർക്കറിയാം? എടുക്കുന്ന കമ്പനിക്ക് എന്ത് ചെയ്യാം, അതറിയാം. പിന്നെ നിങ്ങളെന്ത് ചെയ്യാം, പോയി ഈ 1.5 മാസം എന്ത് ചെയ്യണം? ഇപ്പോൾ ചിലർ ചോദിക്കും, സാറേ ഇത് കഴിഞ്ഞിട്ട് ഇൻ്റർ കഴിഞ്ഞിട്ട് ഈ ട്രെയിനിങ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്ന് പഠിച്ചാൽ മതിയോ? ഞാൻ പറയണത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് പഠിക്കാൻ. അങ്ങനെ ഒരു 15 മാസം ഒരു 1.5 കൊല്ലം നിങ്ങൾ അതിന് വേണ്ടി മെനക്കെട്ടിട്ട് ഇരിക്കാൻ നിങ്ങൾക്കൊരു സമയം ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം, അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഫൈനൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊരു ഗുണമൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറൊക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ അല്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഇൻ്റർ കഴിഞ്ഞിട്ട് നേരെ ഫൈനലിൽ വന്നിരിക്കുന്ന കുട്ടി ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളേക്കാൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണോ? അപ്പോൾ 2 പേഴ്സ്പെക്റ്റീവാണ്. ഞാനതിന് എതിരല്ല പറയുന്നത്, അത് നിങ്ങൾ തീരുമാനിക്കുക. രണ്ടിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഞാൻ പറഞ്ഞില്ലേ. ഇനി അടുത്ത ഒരു നെഗറ്റീവ് കുട്ടികൾ പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ട്രെയിനിങ് ചെയ്യാതെ CMA ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾ കമ്പൽസറി എന്ത് ചെയ്യേണ്ടി വരും? ട്രെയിനിങ് ചെയ്യണം. ആ ട്രെയിനിങ് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കള്ളത്തരത്തിലൂടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആർക്ക് സബ്മിറ്റ് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് വന്ന ഒരു കുട്ടി, അവരെ ഇൻ്റർവ്യൂവർ കാണുമ്പോൾ എന്താണ് അവർ നോക്കി കാണുന്നത്? നിങ്ങൾക്ക് എന്തുണ്ട്? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നല്ലേ? അല്ലേ? ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, കിട്ടണമെന്ന് ഇല്ല. എന്നാൽ ചിലപ്പോൾ എങ്ങനെയും ഉണ്ടാവും. അവർ ചോദിക്കുന്നത് ചിലപ്പോൾ സബ്ജക്റ്റ് റിലേറ്റഡ് ആവും. DTA കുറിച്ചോ IDTനെ കുറിച്ചിട്ടൊക്കെ ആവും. നമുക്ക് അത്യാവശ്യം ചിലപ്പോൾ നല്ല ഡെപ്തിൽ തന്നെ നമ്മൾ പഠിച്ച സബ്ജക്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റിയേക്കാം. അപ്പോൾ അതൊരു ഒരു പേഴ്സ്പെക്റ്റീവിനനുസരിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട? ട്രെയിനിങ്ങിന് പോയിട്ട് സമയം കളയേണ്ടതില്ല. ഓക്കെ, സമയം കളയുക എന്നുള്ളൊരു വാക്കിന് വലിയ പ്രസക്തി ഇല്ല കേട്ടോ. അതിൽ സമയം കളയാന്നല്ല. ചില കുട്ടികളൊക്കെ ഞാൻ ഇപ്പോൾ കാണാറുണ്ട്. ഇപ്പോൾ എടപ്പാൾ ഇതുപോലെ ഒരു ഫൈനലിൻ്റെ ക്ലാസ്. അപ്പോൾ അതിൽ 2 കുട്ടികളുണ്ട്. എന്താ കുട്ടികളുടെ പേരെന്ന് വെച്ചിട്ടാ, നല്ല വെറൈറ്റിയാണ്. ട്വിൻസാണ്, ട്വിൻസ് പെൺകുട്ടികളാണ്. അവർ പഠിക്കാനുള്ള പൈസ അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തിയിട്ടുള്ളത്. ഒരു വർഷത്തോളം എന്ത് ചെയ്ത് ജോലി ചെയ്ത് അന്ന് അവർക്ക് 25,000 ഉറുപ്പിക ഉണ്ടായിരുന്നു. ഇൻ്റർ കഴിഞ്ഞിട്ട് 25,000 ഉറുപ്പിക ശമ്പളത്തിൽ പോയി. അപ്പോൾ അവരുടെ പഠിപ്പിനുള്ള സാധനമൊക്കെ അവരിത്തുണ്ട്. 10 മാസമായ കഴിഞ്ഞില്ലേ, ഒരു 20 ഉറുപ്പിക പിടിച്ചോ അല്ലെങ്കിൽ ഒരു 15 ഉറുപ്പിക വെച്ച് മാറ്റി വെക്കാൻ പറ്റിയാൽ തന്നെ ചുരുങ്ങിയ എനിക്ക് ഒരു 1.5 ലക്ഷം ഉറുപ്പിക ഉണ്ടാവില്ലേ. അതുപോലെ അവർക്ക് ഫൈനലിൽ പഠിക്കാനൊക്കെ ഒരു കൊല്ലം ഫൈനലിൽ ഹോസ്റ്റലൊക്കെ എടുത്ത് പഠിച്ച് തീർക്കാനുള്ള എമൗണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അവർ പോയത് എവിടെ? തമിഴ്നാട് എവിടെ എന്തോ ആണ്. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഓൾ. അപ്പോൾ തിരിച്ചു വരാം. സാന്ദർഭികമായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആവേശത്തോടുകൂടി ഇരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഏതാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്കണ്ടേ? കമ്പ്യൂട്ട് എഴുതിക്കോ. കമ്പ്യൂട്ട് സെയിൽസ് വാരിയൻസ്. കമ്പ്യൂട്ട് സെയിൽസ് വാരിയൻസ്. കമ്പ്യൂട്ട് സെയിൽസ് വാരിയൻസ്. എന്നിട്ട് എന്ന് എഴുതാം. ഏത് അപ്രോച്ചാ? ടോട്ടൽ അപ്രോച്ച് എഴുതാം. ടോട്ടൽ അപ്രോച്ച്. ബി ഏതാ? മാർജിൻ അപ്രോച്ച്. മാർജിൻ അപ്രോച്ച്. അതിൽ നമ്പർ 1 ഏതാ? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. നമ്പർ 2 ഏതാ? മാർജിനൽ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പിന്നെ മാർജിനൽ കോസ്റ്റിംഗ്. ഇനി പെട്ടെന്ന് എഴുതി പോകല്ലേ? ഇനി നിൽക്കണ്ടല്ലോ, സ്പീഡിൽ എഴുതാൻ പറ്റില്ലേ? അല്ലേ?
ഓക്കെ, ഫസ്റ്റ് സാധനം എഴുതുക, സൊല്യൂഷൻ. എ എഴുതാം, കമ്പ്യൂട്ടേഷൻ ഓഫ് സെയിൽസ് വാരിയൻസ് അണ്ടർ ഏത് അപ്രോച്ച് മക്കളെ? ടോട്ടൽ അപ്രോച്ച്. എന്താ ടോട്ടൽ അപ്രോച്ച് പറഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് അല്ല എടുക്കുന്നത്, ഏതാണ്? സെല്ലിംഗ് പ്രൈസ് എടുക്കുന്നത്. ടോട്ടൽ അപ്രോച്ച് ഏതെടുക്കുക? സെല്ലിംഗ് പ്രൈസാണ്. 2 മെത്തേഡ് ഇതില്ലേ, സ്റ്റെപ്പുകളില്ലേ, ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഇട്ടാൽ മതി. സ്റ്റെപ്പ് 1 സ്ഥലം ലാഭിക്കാം, സ്പീഡിൽ കഴിയുകയും ചെയ്യും. സ്റ്റെപ്പ് 1 കമ്പ്യൂട്ടേഷൻ ടേബിൾ. സ്റ്റെപ്പ് 1 കമ്പ്യൂട്ടേഷൻ ടേബിൾ. പറയും മക്കളെ, 1 2 3 ഏതായിരുന്നു? ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് ഇൻറ്റു പറയടാ ബഡ്ജറ്റഡ് പ്രൈസ്. അടുത്ത് ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ പ്രൈസ്, ദെൻ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു ബഡ്ജറ്റഡ് പ്രൈസ്. പ്രൈസ് തന്നെയല്ലേ? യെസ്. ടോട്ടൽ അപ്രോച്ചിൽ ഏതെടുക്കുക? പ്രൈസ്. എന്നാൽ മറ്റേതാകുമ്പോൾ ഏതായി? മാർജിൻ. അപ്പോൾ മാർജിൻ ക്വസ്റ്റ്യനിൽ തരില്ല, അത് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഓക്കെ, പറയൂ മക്കളെ, നിങ്ങൾ എത്ര യൂണിറ്റ്, എത്ര ലഡു ഉണ്ടാക്കാനാണ് ബഡ്ജറ്റ് ചെയ്ത്? 10,000. ഒരു ലഡുവിന് എത്ര രൂപ? 15 രൂപയ്ക്കല്ലേ വിൽക്കാന്ന് പറഞ്ഞേ? അപ്പോൾ 1,50,000. ഓക്കെ, ഇതാണ് നിങ്ങൾ പ്രതീക്ഷിച്ച സെയിൽസ്. അങ്ങനെ പറഞ്ഞൂടെ? ഇതല്ലേ ടോട്ടൽ സെയിൽസ്? 10,000 ലഡു, ഒരു ലഡുവിന് 15 രൂപ വെച്ച് 1,50,000 വിൽക്കാന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. അടുത്തത്, എന്നാൽ ആക്ച്വലി ഉണ്ടായത് എന്താണ്? തകിടം മറിഞ്ഞു. 8,000 ലഡുവെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എത്ര രൂപ വെച്ച്? 14. അപ്പോൾ എത്ര വരും പറയൂ? 1,12,000. ദെൻ അടിയിൽ 8,000 ഇൻറ്റു പ്രൈസ് എടുക്കേണ്ടത് എത്രയാണ്? 15. എത്ര? 1,20,000. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് 2 എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വാരിയൻസ് കാൽക്കുലേഷൻ. എന്തൊക്കെയായിരുന്നു പറഞ്ഞു മക്കളെ? ഫസ്റ്റ് ടോട്ടൽ സെയിൽസ് വാരിയൻസ് 1 - 2. 1 എത്ര? 1,50,000 -2 1,12,000. അപ്പോൾ എത്ര വരും? 38,000 വരും. അഡ്വൈസ് ആണോ ഫേവറബിൾ ആണോ? ശ്രദ്ധിച്ച് പറയണം. 1 - 2 ചെയ്യുമ്പോൾ ഏതാ വരാ? പോസിറ്റീവ് ആണോ? നോക്കി നോക്ക് അല്ലേ? ഓക്കെ, യെസ്, ഫേവറബിൾ. കുഴപ്പമില്ലല്ലോ? ഫേവറബിൾ ആണോ? വൺ -2 വരുമ്പോൾ പോസിറ്റീവാണ് വരിക. മക്കളെ, 1,50,000 സെയിൽസ് നിങ്ങൾ ആഗ്രഹിച്ചത്. സെയിൽസ് എത്ര വന്നുള്ളൂ? 1,12,000. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വന്നാൽ ഏതാണ്? അഡ്വേഴ്സ് ആണ്. ഇൻ സെയിൽസ് വാരിയൻസ്, നോട്ട് ചെയ്താളെ, എവിടെയെങ്കിലും എഴുതിക്കോ. ഇൻ സെയിൽസ് വാരിയൻസ് എഴുതു, നോട്ട്, ഇമ്പോർട്ടൻറ്റ് നോട്ട്. ഇൻ സെയിൽസ് വാരിയൻസ് പോസിറ്റീവ് ഫിഗർ റെപ്രസെൻറ്റ് എന്തിനാ റെപ്രസെൻറ്റ് ചെയ്യുന്ന മക്കളെ? പോസിറ്റീവ് ഫിഗർ റെപ്രസെൻറ്റ് അഡ്വേഴ്സ് ആൻഡ് നെഗറ്റീവ് ഫിഗർ റെപ്രസെൻറ്റ് ഏതാ? ഫേവറബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റേ ഫില്ല് ചെയ്യാം. ടോട്ടൽ സെയിൽസ് വോളിയത്തിൽ ഏതൊക്കെ ഉണ്ട്? സെയിൽസ് വേരിയബിൾ, ടോട്ടൽ സെയിൽസ് വേരിയബിൾ. അടുത്ത ഏതാണ്? സെല്ലിംഗ് പ്രൈസ് വേരിയബിൾ. ഏതാണ്? 3 - 2. 1,20,000 പിന്നെ 1,50,000. അപ്പോൾ എത്ര വരും? 8,000. എന്താ? അഡ്വേഴ്സ്. അടുത്തതാ സെല്ലിംഗ് പ്രൈസ് കഴിഞ്ഞ് പിന്നെ നോക്കളെ സെയിൽസ് വോളിയം വാരിയൻസ്. ഏതായിരുന്നു? 1 - 3. 1,50,000 -1,20,000 എത്ര വരും? 30,000. ഏതാ? പോസിറ്റീവ് ഫിഗർ അല്ലേ? ഏതാ?
അഡ്വേഴ്സ്. ഓക്കെ, അപ്പോൾ നോക്കൂ മക്കളെ. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ആരാ? സെയിൽസ്മാൻ ആണോ? അല്ലല്ലോ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഈ 38,000 എന്ത് ചെയ്യാണ്? അഡ്വേഴ്സ് വന്നില്ലേ? നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവ് വരാനുള്ള 2 കാരണം. ഒന്ന് സെല്ലിംഗ് പ്രൈസിലെ മാറ്റമാണ്. സെല്ലിംഗ് പ്രൈസിലെ മാറ്റം പറഞ്ഞ 15 അല്ല നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ? പക്ഷെ എത്ര വിറ്റുള്ളൂ? 18 അല്ലേ? 14 രൂപയ്ക്കല്ലേ വിറ്റുള്ളൂ? 15 പ്രതി. അപ്പോൾ 1 രൂപ വ്യത്യാസമല്ലേ? അങ്ങനെ എത്ര യൂണിറ്റിന് 1 രൂപ? 8,000. എങ്ങനെ 10,000? എത്ര യൂണിറ്റാ? 8,000 × 1 എത്ര? 8,000. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഈ 8,000. ഓക്കെ അല്ലേ? എഴുതിക്കൂടെ? നോട്ട്സ്, കോൺസെപ്റ്റ് നോട്ട്സ്. എഴുതാം. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, ഒന്നാമത്തെ നോട്ടാണ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, plan to produce 10,000 units with a selling price of rupees 15, but actually produced and sold 8,000 units only at rupees 14. 8,000 units only at rupees 14. അടിയിൽ ഏതാ? planned revenue was പ്ലാൻ ചെയ്ത റവന്യൂ എത്രയായിരുന്നു? വാസ് rupees 1,50,000 അല്ലേ? എങ്ങനെ വന്നെന്ന് പറയണ്ടല്ലോ. ബട്ട് ആക്ച്വൽ റവന്യൂ ഈസ് ഓൺലി എത്ര മാത്രമേ ഉള്ളൂ? ആക്ച്വൽ റവന്യൂ 1,12,000 അല്ലേ? 1,12,000. ഫുൾ സ്റ്റോപ്പ് ഇട്ട് എഴുതാം. സെയിൽസ് ഡിക്രീസ്ഡ് which means profit decreased by എത്രയാണ്? 38,000. Profit decreased by 38,000. നമ്പർ 2, അടുത്ത ചോദ്യമാണ്. വൈ? എന്തുകൊണ്ടാണ് സെയിൽസ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം ഏതാണ്? സെല്ലിംഗ് പ്രൈസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത്ര യൂണിറ്റ് വിൽക്കാൻ പറ്റിയില്ല അല്ലേ? എത്ര യൂണിറ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചത്? 10,000 അല്ലേ? പക്ഷെ എത്ര യൂണിറ്റാണ് വിറ്റത്? 8,000. അപ്പോൾ 2,000 യൂണിറ്റ് പറ്റിയില്ലല്ലോ. ഓക്കെ, ആ വ്യത്യാസമാണ് 30,000 അഡ്വേഴ്സായിട്ട് വന്നത്. നമ്പർ 2 എഴുതാം. വൈ ദ സെയിൽസ് ഹാസ് ഡിക്രീസസ് അല്ലെങ്കിൽ ഡിക്രീസ്ഡ്. വൈ ദ സെയിൽസ് ഹാസ് ഡിക്രീസ്ഡ്. താഴെ എഴുതാം, ആൻസർ ആയിട്ട് എഴുതാം. ഡ്യൂ ടു 2 reasons. ചേഞ്ച് ഇൻ സെല്ലിംഗ് പ്രൈസ് ആൻഡ് അടുത്ത സാധനം ഏതാ? ചേഞ്ച് ഇൻ യൂണിറ്റ് സോൾഡ്. ചേഞ്ച് ഇൻ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ചേഞ്ച് ഇൻ യൂണിറ്റ് സോൾഡ്. അടിയിൽ പ്ലാൻ ടു സെൽ for rupees 15
പ്ലാൻ ടു സെൽ ഫോർ ₹15. അടിയിൽ ആക്ച്വലി സോൾഡ്, ബട്ട് ആക്ച്വലി സോൾഡ് ഫോർ റുപ്പീസ് എത്രയാണ്? 14. ₹1 പ്രൈസ് ഗോൺ ഫോർ ₹1 പ്രൈസ് ഗോൺ. ₹1 പോയി, നഷ്ടപ്പെട്ടു. 4 അങ്ങനെ എത്ര യൂണിറ്റ് നഷ്ടപ്പെട്ടു? 8,000. 8,000 അല്ലേ നമ്മൾ മേടിച്ചല്ല വിറ്റത്. ഓക്കെ അല്ലേ? ഈ 10,000 എന്ന് പറയുമല്ലോ. ഓക്കെ അല്ലേ? ഫോർ 8,000 യൂണിറ്റ്, ദാറ്റ് ഈസ് ₹8,000. ബ്രാക്കറ്റിൽ എഴുതി വെക്കണം. 8,000 യൂണിറ്റ് ഇൻറ്റു ₹1 വെച്ച് പെർ യൂണിറ്റിന്. 8,000 യൂണിറ്റ് ഇൻറ്റു ₹1 പെർ യൂണിറ്റ്. സങ്കടല്ലേ? ഹൈഫട്ട് എഴുതാം. അഡ്വേഴ്സ് ആണ്. ഓക്കെ അല്ലേ? ഏതാ? അഡ്വേഴ്സ്. എന്നിട്ടാലും മതി. ഓക്കെ. ഇനി അടിയിൽ മൂന്നാം വേണ്ട, അതിൽ തന്നെ എഴുതാമല്ലോ. ഇതിൽ തന്നെ ഇപ്പോൾ ഡ്യൂ ടു ടൂറിസം എന്ന് എഴുതിയില്ലേ. അടുത്തേതാണ്? അടിയിൽ ഒരു ഹൈഫട്ടർ എഴുതാം. വോളിയം പ്ലാൻഡ് 10,000. പ്ലാൻ ചെയ്ത് 10,000 യൂണിറ്റ്. ബട്ട് സോൾഡ് എത്ര യൂണിറ്റാണ് വിറ്റ്? 8,000. ലോസ്റ്റ് 2,000 യൂണിറ്റിന് ഒരു യൂണിറ്റിന് എത്ര വെച്ച്? 15 വെച്ച്. എത്ര രൂപ? 30,000. 30,000. 2,000 യൂണിറ്റിന് ഒരു യൂണിറ്റിന് 15 വെച്ച് 30,000. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതിന് ആരൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ എന്നുള്ളതാണ്. ഒന്നാമത്തെ സെല്ലിംഗ് പ്രൈസ് വേരിയൻസ് അല്ലേ. ഇതിൻ്റെ സെയിൽസ്മാനെ ചീത്ത അറിയാൻ പറ്റുമോ? സെല്ലിംഗ് പ്രൈസ് ആര് ഫിക്സ് ചെയ്യുന്നതാണ്? ബോർഡ്, ഹെഡ്. പക്ഷെ മറ്റേ വോളിയത്തിൽ ആരെ സ്കോൾഡ് ചെയ്യാം? സ്കോൾഡ് അല്ലെങ്കിൽ അവരത് റെസ്പോൺസിബിലിറ്റി. സ്കോൾഡ് എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നില്ല. ഓക്കെ അല്ലേ? അവരാണ് റെസ്പോൺസിബിൾ. അവർക്ക് കൊടുക്കാം. കൊറോണ വന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു? നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കൊറോണ സമയത്ത് ആളുകൾ എന്ത് ചെയ്തില്ല? ലഡു അധികം കഴിച്ചില്ല. ഓക്കെ അല്ലേ? കൊറോണ ലഡു ഉണ്ടാക്കും. ശരിക്കല്ലേ? ലഡു കൊറോണ ഉണ്ടാക്കുമെന്ന് ആരോ പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മൾ ഏത് കഴിഞ്ഞു? അത് കഴിഞ്ഞില്ലേ? അടുത്ത് പറഞ്ഞൂടെ? സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇപ്പം എന്താ കഴിഞ്ഞത് മക്കളെ? ടോട്ടൽ അപ്രോച്ച്. ഓക്കെ, സോറി, ധാര എഴുതിയത് ജാതട്ടത്. അടുത്തതാ മാർജിനൽ അപ്രോച്ച് അല്ലേ? മാർജിൻ അപ്രോച്ച്, നോട്ട് മാർജിനൽ. ഓക്കെ, അപ്പോൾ എഴുതിക്കോ. ഹെഡിങ് എഴുതാം. സെയിൽസ്, നമ്പർ 2 ആണ്. ബി അല്ലേ? സെയിൽസ് വാരിയൻസ് അണ്ടർ ഏത് അപ്രോച്ചാണ് മക്കളെ? ഓക്കെ, മാർജിൻ അപ്രോച്ച്. അല്ല, മറ്റേ സാധനം ഒരു റെസ്പോൺസിബിലിറ്റി ഒന്ന് എഴുതിയേക്കണ്ടേ? എഴുതണോ? ഓക്കെ അല്ലേ? ഒരു പണി താന്തി ഇതാ സെല്ലിംഗ് പ്രൈസ് അല്ലേ? ഡൗൺ ആരുടെ ഇവിടെ? ബോർഡ് ഈസ് റെസ്പോൺസിബിൾ. എന്ത് ബോർഡാന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഹിയർ ബോർഡ് മീൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മറ്റേതാരാ? സെയിൽസ് ടീം അല്ലെങ്കിൽ സെയിൽസ് മാനേജർ എന്നൊക്കെ എഴുതി വെക്കാം. സെയിൽസ് മാനേജർ ഈസ് റെസ്പോൺസിബിൾ. ബോർഡ് ഈസ് റെസ്പോൺസിബിൾ. മറ്റേതാണ് സെയിൽസ് ടീം അല്ലെങ്കിൽ സെയിൽസ് മാനേജർ ഈസ് റെസ്പോൺസിബിൾ. ഓക്കെ അല്ലേ? യെസ്. ഇനി മറ്റേ ഞാൻ സ്പീഡിൽ ചെയ്യാട്ടോ, നിങ്ങൾ ഒരുമിച്ച് ചെയ്യണം. സിമ്പിൾ സാധനമാണ്. സെയിൽസ് വാരിയൻസ് അണ്ടർ ഏതായിരുന്നു? പറയും. മാർജിൻ അപ്രോച്ച്. ഇവിടുത്തെ മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? പ്രോഫിറ്റ്. അതിൽ തന്നെ നമ്മൾ ഏതെഴുതാൻ പോവാണ്? നമ്പർ 1 ഏതാ? പറയും. അബ്സോർപ്ഷൻ. രണ്ടും വേറെ തന്നെ ചെയ്യാട്ടോ. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡിൽ ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ്? സ്റ്റെപ്പ് 1 പറയും. സ്റ്റെപ്പ് 1 സ്പീഡിൽ ചെയ്യണേ. സ്റ്റെപ്പ് 1 കാൽക്കുലേഷൻ ഓഫ് മാർജിൻ. ഓക്കെ അല്ലേ?
മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് സ്പെസിഫിക്കലി വേണമെങ്കിൽ എഴുതാം. ഓക്കെ അല്ലേ? അത് ഏതൊക്കെ വേണം? 2 സാധനം വേണം. ഏതാ? ബഡ്ജറ്റഡ് മാർജിനും വേണം, പിന്നെ ഏതും വേണം? ആക്ച്വൽ മാർജിനും വേണം. ബഡ്ജറ്റഡ് മാർജിൻ കാണാൻ ഇക്വേഷൻ എന്താ? ബഡ്ജറ്റഡ് പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. മറ്റടുത്ത് ഏതാ? ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ബഡ്ജറ്റഡ് പ്രൈസ് എത്ര രൂപയ്ക്ക് ലഡു വെക്കാന്നാണ് പറഞ്ഞത്? 15 രൂപയ്ക്ക്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് 10 ആണ്. അപ്പോൾ എത്ര രൂപ പ്രോഫിറ്റ് വരും? 5 പെർ യൂണിറ്റ്, ₹5 പെർ യൂണിറ്റ്. എന്നാൽ ആക്ച്വലി നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റ്? 14. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്ര തന്നെ? 10 തന്നെ. റുപ്പീസ് എത്ര വരും? 4 പെർ യൂണിറ്റ്സ്. സിമ്പിൾ. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ഞാൻ മറ്റേതിൽ ഉൾപ്പെടുത്തണ്ടല്ലോ. സ്റ്റെപ്പ് ഏതാ? 2. സ്റ്റെപ്പ് 2 എന്താ? കമ്പ്യൂട്ടേഷൻ ടേബിൾ. ഓക്കെ. നമ്പർ 1, 2, 3 പറയും. 1 എന്താ? ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് മാർജിൻ അല്ലേ? ദെൻ അടുത്തേതാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ മാർജിൻ. AM എന്നിടും. പിന്നെ അടുത്ത ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ഏതാണ്? ബഡ്ജറ്റഡ് മാർജിൻ. സിമ്പിൾ. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി എത്രയായിരുന്നു? എത്ര യൂണിറ്റ് വിൽക്കാന്നാ? 10,000 അല്ലേ? ഇൻറ്റു ബഡ്ജറ്റഡ് മാർജിൻ നമ്മൾ കണ്ടെത്തിയേണ്ട എത്ര? 5. 10,000 ഇൻറ്റു 5 എത്ര വരും? 50,000 വരും. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര വിറ്റത്? 8,000 ലഡുവാണ് വിറ്റത്. അതിന് ആക്ച്വൽ മാർജിൻ എത്ര വന്നു? 4 രൂപ വെച്ച് വന്നു. 8,000 ഇൻറ്റു 4 എത്ര വരും? 32,000. അടുത്ത ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ് വരുന്നത്? 8,000. ബഡ്ജറ്റഡ് മാർജിൻ എത്രയാണ്? 5. 8,000 ഇൻറ്റു 5 80,000-ൻ്റെ പകുതി 40,000. ഓക്കെ അല്ലേ? കഴിഞ്ഞു. വാട്ട് എ മാൻ യു ആർ. സ്റ്റെപ്പ് ഏതാ? 3 പറയ്. എന്താ ഹെഡിങ്? എന്താ? വാരിയൻസ് കാൽക്കുലേഷൻ. ഏതാ? ടോട്ടൽ സെയിൽസ്. എന്താ? വേറെ ഇതൊന്നുമില്ലല്ലോ. സെയിൽസ് വാരിയൻസ് തന്നെയല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ എവിടെ മാറ്റമുള്ളത്? എവിടെ? സെയിൽസ് ഒന്നുമില്ല. ടോട്ടൽ സെയിൽസ് വാരിയൻസ് ഏതാ? 1 - 2. 2 ബ്രാഞ്ച് ആക്കാം. ഒന്നേതാ? സെല്ലിംഗ് പ്രൈസ് വാരിയൻസ് ഏതാ? 3 - 2. അടുത്തേതാ? സെയിൽസ് വോളിയം. വോളിയം എന്താ? പ്രോഫിറ്റ് വാരിയൻസ്. സെയിൽസ് വോളിയം പ്രോഫിറ്റ് വാരിയൻസ് ഏതാ? 1 - 3. 1 - 2 എത്ര വരും? 50,000 - 20,000 എത്ര വരും? പറ മക്കളെ. 18,000 അല്ലേ? അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? ഓക്കെ, അഡ്വേഴ്സ്. സെല്ലിംഗ് പ്രൈസ് 3 - 2 40,000 - 2 8,000 വരും അല്ലേ? ഏതാ? അഡ്വേഴ്സ് തന്നെ. ഞാൻ അപ്പുറത്ത് അഡ്വേഴ്സ് എത്ര വരും എന്ന് ഉറപ്പാണ്? 10,000 വരും അല്ലേ? വരുമോ? 50,000 - 30,000 കറക്റ്റാണ്. ഓക്കെ അല്ലേ? അടുത്ത സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിക്കൂടെ? ഓക്കെ, അപ്പോൾ അടുത്ത സ്വന്തമായിട്ട് ചെയ്യും. ഞാൻ ബോർഡിൽ ചെയ്യേണ്ടത് നോക്കണ്ട. ഏതാ അടുത്ത മക്കളെ? അല്ല, ഞാൻ ചെയ്യണം, നിങ്ങൾ നോക്കില്ലല്ലോ അല്ലേ? ടൂല് ബി അല്ലേ? സെയിൽസ് വാരിയൻസ് അണ്ടർ മാർജിൻ അപ്രോച്ചാണ്. അത് ഏതിലാണ്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. സ്റ്റെപ്പ് 1 computation of margin or contribution per unit എന്ന് പറയും.
നോട്ട് എഴുതിയതാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് മാർജിൻ സംസാരിക്കാതെ ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്താൽ മതി. ബഡ്ജറ്റഡ് മാർജിൻ ഈസ് ഈക്വൽ ടു ബഡ്ജറ്റഡ് പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് വാരിയബിൾ കോസ്റ്റ്. അതാണ് ഇവിടുത്തെ ടിസ്റ്റ്. ബഡ്ജറ്റഡ് മാർജിൻ 15 മൈനസ് വാരിയബിൾ കോസ്റ്റ് എടുക്കണം. ഏതൊക്കെയാണ് വാരിയബിൾ കോസ്റ്റ് വരുന്നുണ്ടാവുക? ഇവിടെ കോസ്റ്റ് എഴുതിയത് യെസ്, ഫിക്സഡ് എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? വാരിയബിളാണ്. അപ്പോൾ 8 രൂപ എന്ത് വരും? വാരിയബിൾ കോസ്റ്റ് വരും. സെറ്റ്. വാരിയബിൾ കോസ്റ്റ് 8 രൂപ വരും. 8 ഇവിടുന്ന് ലെസ്സിയാവും. ഓക്കെ അല്ലേ? 15 8 പോയാൽ എത്ര വരും? 7 വരും. ബഡ്ജറ്റഡ് മാർജിൻ കഴിഞ്ഞു. അടുത്ത് ആക്ച്വൽ മാർജിൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ പ്രൈസ് മൈനസ് സ്റ്റാൻഡേർഡ് വാരിയബിൾ കോസ്റ്റ് തന്നെ. ആക്ച്വൽ പ്രൈസ് 14 മൈനസ് ഏതാണ്? 8. അപ്പോൾ എത്ര വരും? 6 വരും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. സ്റ്റെപ്പ് ഏതാ? 2, കമ്പ്യൂട്ടേഷൻ ടേബിൾ. 1 2 3 ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് മാർജിൻ. ഏതുപോലെ തന്നെ, അബ്സോർപ്ഷൻ പോലെ തന്നെ. പക്ഷെ ഇവിടുത്തെ മാർജിൻ എന്താണ്? 7ഉം 6ഉം ആണ്. മറ്റടുത്ത മാർജിൻ എത്രയായിരുന്നു? 5ഉം 4ഉം ആണെങ്കിൽ ഇവിടെ ഏതാണ്? ഇവിടുത്തെ മാർജിൻ എന്ന് പറഞ്ഞപ്പോൾ കോൺട്രിബ്യൂഷനാണ്. അവിടുത്തെ മാർജിൻ പക്ക എന്താണ്? പ്രോഫിറ്റാണ്. പിന്നെ അടുത്ത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ മാർജിൻ, ദെൻ ഫൈനലി ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് മാർജിൻ. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി 10,000 ലിറ്റർ ഉണ്ടാക്കാമെന്നാണ്. ബഡ്ജറ്റ് പ്രൈസ് 7 ആണ്. അപ്പോൾ എത്ര വരും? 70,000 വരും. ആക്ച്വലി നമ്മൾ ഉണ്ടാക്കിയത് 8,000 ലഡുവാണ്. അതിന് 6 രൂപയാണ് എന്ത് വന്നത്? പ്രോഫിറ്റ് വന്നത്, അതോ കോൺട്രിബ്യൂഷൻ വന്നത്. അപ്പോൾ 48,000 വരും. ഇതിനടുത്ത് ആക്ച്വൽ ക്വാണ്ടിറ്റി 8,000 ആണ്. ഇൻറ്റു ബഡ്ജറ്റഡ് എത്രയാണ്? മാർജിൻ 7 ആണ്. 8,000 ഇൻറ്റു 7 56,000 വരും. ദെൻ സ്റ്റെപ്പ് ഏതാ? 3 ആണ്. എന്ത്? വാരിയൻസ് കാൽക്കുലേഷൻ. ആദ്യം ടോട്ടൽ സെയിൽസ് വാരിയൻസ് 1 മൈനസ് 2. 70,000 48,000 പോയാൽ എത്ര വരും? 22,000 വരും. ഡിവൈഡഡ് ബൈ 2. ഒന്ന് സെല്ലിംഗ് പ്രൈസ് വാരിയൻസ് ഏതാ? 3 മൈനസ് 2. 3 56,000 മൈനസ് 2 രണ്ടും 8,000 വരും. ദെൻ ലാസ്റ്റ് വൺ ഏതാ? സെയിൽസ് വോളിയം പ്രോഫിറ്റ് വാരിയൻസ്. മറ്റേത് സെയിൽസ് വോളിയം വാരിയൻസ് എന്ന് മാത്രമേ പറഞ്ഞിരുന്നു അല്ലേ? ടോട്ടൽ അപ്രോച്ച്. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? വോളിയം യൂണിറ്റ് മാത്രമല്ല, എന്താണ് ഇവിടെ സ്പെസിഫിക്കലി നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിട്ടാണ്, മാർജിൻ വെച്ചിട്ടാണ്. എത്ര വരാം? 1 മൈനസ് 3 അടിച്ചാൽ 1 മൈനസ് 3 1 മൈനസ് 3 70,000 മൈനസ് 56,000 എത്ര? 14,000. ചോദിക്കട്ടെ, മുകളിലത്തെ അഡ്വൈസ് ആണോ? അടിയത്തെ അഡ്വൈസ് ആവുമല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഫേവറബിൾ വരണമെങ്കിൽ എന്താവണം? 2 കാര്യങ്ങൾ മാറിയാൽ മതി. ഒന്നേതാ? 10,000 യൂണിറ്റ് 8 അല്ലേ കുറഞ്ഞേ? അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം എന്താ? സെയിൽസ് വോളിയം എന്തായിരിക്കും? പരാജയമായിരിക്കും, സങ്കടവും. സെല്ലിംഗ് പ്രൈസ് 15 ഉള്ള 14 ആയപ്പോൾ അത് ഉറപ്പിക്കാം എന്താണ്? പ്രൈസ് വാരിയൻസ് എന്തായിരിക്കും? ഓക്കെ, അപ്പോൾ പ്രൈസ് കൂടെ 15 ഉള്ള ഒരു 18 ആയെങ്കിൽ എന്ത് ചെയ്യും? പ്രൈസ് വാരിയൻസ് എന്തായിരിക്കും? ഫേവറബിൾ ആയിരിക്കും. 10,000 യൂണിറ്റ് ലഡു പ്രതീക്ഷിച്ചിട്ട് 11,000 വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ സെയിൽസ് വോളിയം പ്രോഫിറ്റ് വാരിയൻസ് എന്തായിരിക്കും? ഫേവറബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പം ഇതിന് ഞാനൊരു കൺസെപ്റ്റ് നോട്ടിലേക്ക് പോകുന്നില്ല. മറ്റൊന്നല്ല, നമ്മൾ അപ്രോച്ചുകളാണ്. മറ്റേതിൽ പക്ക സെയിൽസ്, ടോട്ടൽ സെയിൽസ് എന്നുള്ള അപ്രോച്ച്. അതാണ് ടോട്ടൽ അപ്രോച്ച്. ഇവിടെ എന്തെടുത്തു? പ്രോഫിറ്റ് എടുത്തു. ആ പ്രോഫിറ്റ് അബ്സോർപ്ഷനിൽ പക്ക എന്താണ്? പ്രോഫിറ്റാണ്. മറ്റിടത്ത് ഏതാണ്? ഓക്കെ, ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാം? ഇവിടെ കോൺട്രിബ്യൂഷനാണ് മാർജിൻ. അപ്പം ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനുണ്ട്. ഫൈനൽ ലെവലിലൊക്കെയാണ്. പക്ഷെ ഇപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇത്ര മതി. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യാം?
പറയാം. ദാറ്റ്സ് ഓൾ.